geology student, and today I am here to discuss about the topic diatribes, explosive volcanic types. Okay, let's start. Diatribes. This word കുറെ പേർക്ക് ഫെമിലിയർ ആയിരിക്കും, കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും. ഞാൻ ഇതാണ് കിംബർലൈറ്റ്സിനെ പറ്റി പഠിച്ചപ്പോഴാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയഗ്രാംസിന്റെ ഫോർമേഷൻ, ഇന്റേണൽ സ്ട്രക്ചർ, സർഫസ് ഫീച്ചർ, ജിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ആൻഡ് അസോസിയേറ്റഡ് മിനറൽ ഡെപ്പോസിറ്റ്. ഓക്കെ, ഫസ്റ്റ് ഫോർമേഷനെ പറ്റി പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡയഗ്രാംസ് ആർ കോൺ ഷേപ്ഡ് വോൾക്കാനിക് പിൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ എക്സ്പ്ലോഷൻ ഓഫ് ഗ്യാസ് ഫിൽഡ് മാഗ്മ. സിമ്പിൾ ഡെഫിനിഷൻ ആണ്. പിന്നെ നമ്മൾ ഫോർമേഷൻ പറയുമ്പോൾ മെയിൻലി ഇത് ഫോം ചെയ്യുന്നത് പ്രിയാറ്റോ മാഗ്മാറ്റിക് ഇറപ്ഷൻ വഴിയിട്ടാണ്. പ്രിയാറ്റോ മാഗ്മാറ്റിക് ഇറപ്ഷൻ എന്തെന്ന് വെച്ചാൽ it's nothing but eruption caused by the interaction between groundwater and magma. Okay, അപ്പോൾ ഇത് മെയിൻലി 3 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റില് നമുക്ക് ഫ്രാഗ്മെന്റേഷൻ ഓഫ് മാഗ്മ വരും, സെക്കൻഡില് ഇതുകൊണ്ടുണ്ടാകുന്ന സ്റ്റീം എക്സ്പ്ലോഷൻ, ആൻഡ് ദെൻ ഫൈനൽ ഡയഗ്രാംസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി ഫോർമേഷനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫോർമേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ്, മാഗ്മ അസെൻഡ് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് ഗ്രൗണ്ട് വാട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പ്രിയാറ്റോ മാഗ്മാറ്റിക് ഇറപ്ഷൻ. മാഗ്മ എർത്തിന്റെ ക്രാക്സിലൂടെ ക്രസ്റ്റിലോട്ട് വരികയും അവിടെ വെച്ച് ഗ്രൗണ്ട് വാട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും പ്രിയാറ്റോ മാഗ്മാറ്റിക് ഇറപ്ഷൻ നടത്തുകയും ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ്, ഫോർമേഷൻ ഓഫ് റൂട്ട് സോൺ. റൂട്ട് സോൺ നമ്മുടെ ഡയഗ്രാമിലെ ഒരു മേജർ ഫീച്ചറാണ്. അത് ലോവസ്റ്റ് പാർട്ടിലാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇവിടെ വെച്ച് നമ്മുടെ കോഹറന്റ് ഇഗ്നിയസ് റോക്ക് ട്രാൻസിഷൻ ടു ഫ്രാഗ്മെന്റഡ് കൺട്രി റോക്ക് ആവുകയും ആൻഡ് എക്സ്പ്ലോഷൻ കാരണം ഫ്രാഗ്മെന്റേഷൻ ഓഫ് മാഗ്മ അവിടെ ഒക്കോറും ചെയ്യുന്നു. അപ്പോൾ ഈ റൂട്ട് സോണിൽ നമുക്ക് ഇതിന്റെ ഡെപ്പോസിറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അത് ഇറഗുലർ ബൗണ്ടറി ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് നെക്സ്റ്റ്, എക്സ്പ്ലോസീവ് എക്സ്കവേഷൻ ആൻഡ് കൊളാപ്സ്. പ്രിയാറ്റോ മാഗ്മാറ്റിക് എറപ്ഷൻ വഴി ഫ്രാഗ്മെന്റഡ് സറൗണ്ടിങ് റോക്ക് കൊളാപ്സ് ആവുകയും നമുക്ക് ഈ വെന്റിന്റെ സൈസ് അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈക്ക് സ്ട്രക്ചറാണ് ഇത് എൻലാർജ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ഗ്രോത്ത് ആൻഡ് ഡീപ്പനിങ് ഓഫ് ഡയഗ്രാം. ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലോഷനും ഫ്രാഗ്മെന്റേഷനും കൊളാപ്സും കാരണം ഇതൊരു പൈപ്പ് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യുന്നു. സർഫസ് എക്സ്പ്രഷൻ ആൻഡ് മാർക്ക് ക്രേറ്റേഴ്സ്. മാർക്ക് ക്രേറ്റർ ആണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ഫാക്ടർ നമുക്ക് പറയാൻ സാധിക്കും. ഈ മാർക്ക് ക്രേറ്റർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് സീൻ അബവ് ദ ഡയഗ്രാം ഡ്യൂ ടു ദ കൊളാപ്സ് ഓഫ് ഫ്രാഗ്മെന്റഡ് കൺട്രി റോക്ക് ആൻഡ് ഇറ്റ്സ് ഫോം ലൈക്ക് എ ക്രാറ്റർ. സബ്സൈഡ്സ് ഉണ്ടായിട്ട് അതൊരു ക്രാറ്റർ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ ആൻഡ് ഇതിന്റെ ചുറ്റും ഒരു റിംഗ് കാണും. അത് നമുക്ക് ഇന്റേണൽ സ്ട്രക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത കോംപ്ലക്സ് ഇന്റേണൽ സ്ട്രക്ചർ. ഈ കോംപ്ലക്സ് ഇന്റേണൽ സ്ട്രക്ചറിന് കാരണം ഡയഗ്രാം പൈറോക്ലാസ്റ്റിക് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഇൻട്രൂഷൻ ഫലമായിട്ടുണ്ടാകുന്ന നമുക്കതൊരു കോംപ്ലക്സ് ഇന്റേണൽ സ്ട്രക്ചർ ആയിട്ട് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ പറഞ്ഞ ഫോർമേഷൻ. ഫസ്റ്റ് ഒരു ലൈക്ക് ചെറിയൊരു സ്ട്രക്ചറാണ്. ഫ്രാഗ്മെന്റേഷനും കൊളാപ്സും എക്സ്പ്ലോഷനും കാരണം അത് വലിയൊരു വെന്റ് പോലെ അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈക്ക് സ്ട്രക്ചറായിട്ട് രൂപപ്പെടുന്നു. ആൻഡ് പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഡെപ്പോസിറ്റ്സ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത ഇന്റേണൽ സ്ട്രക്ചറാണ്. ഇന്റേണൽ സ്ട്രക്ചറിൽ നമുക്ക് ഷേപ്പ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു ഇമ്പോർട്ടൻറ്റ് കോൺ ആയിട്ട് അല്ലെങ്കിൽ ഫണൽ ഷേപ്പ് എന്നോ ക്യാരറ്റ് ഷേപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. റൂട്ട് സോൺ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതൊരു ലോവർ പോർഷനിൽ കാണുന്ന പോർഷനാണ്. ഇതാണ് റൂട്ട് സോൺ എന്ന് പറയുന്നത്. അതൊരു റെഗുലർ ബൗണ്ടറി ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഓക്കെ, അടുത്ത മാർജിൻ. നമ്മൾ ഈ ബൗണ്ടറിക്ക് പറയുന്ന പേരാണ്. ഇറ്റ്സ് ഓൾസോ ഇറഗുലർ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ബൗണ്ടറി ഡയഗ്രാമിന്റെ ബൗണ്ടറി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മാർജിൻ. അടുത്ത ഇന്റേണൽ കോമ്പോസിഷൻ വന്നിട്ട് ഇതിൽ മെയിൻലി കാണുന്ന ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള കൺട്രി റോക്കും പൈറോക്ലാസ്റ്റിക് ഡെപ്പോസിറ്റ്സും. ഓക്കെ, ഇന്റേണൽ ഡൈക്സ് സ്മോൾ റൂട്ട്ലെസ് ഡൈക്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഡു നോട്ട് എക്സ്റ്റെൻഡ് വിത്ത് ദ സറൗണ്ടിങ് റോക്ക്. പിന്നെ ഡെപ്പോസിറ്റ്സ്, മെയിൻലി ഡെപ്പോസിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽ, പിന്നെ വോൾക്കാനിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള ലാവലി ആഷ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ വെർട്ടിക്കൽ സോണേഷൻ നമുക്ക് 2 സോണായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ലോവർ കൗട്ടിക് സോൺ എന്നും അപ്പർ ബെഡിങ് സോൺ എന്നും നമുക്ക് പറയാം. ഓക്കെ, അടുത്ത സർഫസ് ഫീച്ചറാണ്. സർഫസ് ഫീച്ചർ വരുമ്പോൾ ഫസ്റ്റ് വെന്റ് ഓർ പിറ്റ്. Vent or pipe. It's a pit-like structure which seen the surface by the eruption of volcanic activity. പിന്നെ നമ്മൾ പറഞ്ഞ നേരത്തെ മാർക്ക് ക്രേറ്റേഴ്സ്. ഇതാണ് മാർക്ക് ക്രേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് കാണുന്ന ഒരു ക്രേറ്റർ പോലെയാണ് കാണുന്നത്. ആൻഡ് ഇറ്റ്സ് ഫോം ബൈ ദ deposition of pyroclastic material and volcanic material. And അതിന് ചുറ്റും ഒരു റിംഗ് കാണും. അതാണ് ടഫ് അപ്രോൺ ഓർ റിംഗ് എന്ന് പറയുന്നത്. And it's also formed by the pyroclastic deposit. And at the steep sided margin and surface breccia. Surface breccia എന്ന് വെച്ചാൽ it's area around the vent which have breccia which composed of fragmented country
rock ആണ് and it's mainly composed of olivine. അതിന്റെ economic importance പറയുകയാണെങ്കിൽ if it formed by kimberlite magma കൊണ്ടാണ് ഇത് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഡയമണ്ട് ബിയറിംഗ് റോക്ക് ആണല്ലോ kimberlite. അപ്പോൾ നമുക്ക് അവിടെ ഡയമണ്ട് കിട്ടും. സോ ഇത് എൻ്റെ സിഗ്നിഫിക്കൻ്റ് ആണ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. അടുത്ത വോൾക്കാനിക് ആൻഡ് ടെക്ടോണിക് ആക്ടിവിറ്റീസ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ട് വാട്ടറും മാഗ്മയും തമ്മിലുള്ള റിയാക്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ മാഗ്മാറ്റിക് പ്രോസസ്സാണ്. അടുത്ത മിനറലൈസേഷൻ പൊട്ടൻഷ്യൽ. Mineralization potential, it associated with the hydrothermal alteration and also contribute to deposit or depositing contributes to it. And geological history parayanengil it reveals the information about evolution of volcanic field. At the associated minerals നമ്മൾ നേരത്തെ പറഞ്ഞു ഡയമണ്ട് ബിയറിംഗ് കിംബർലൈറ്റ് നമുക്ക് ആ സോണിൽ കാണാൻ സാധിക്കുന്നു. പിന്നെ ഗോൾഡും ആൻഡ് ബേസ് മെറ്റൽസ്. ഗോൾഡ് മെറ്റൽസ് അസോസിയേറ്റഡ് വിത്ത് സൾഫൈഡ് മിനറൽസ് ലൈക്ക് പൈറൈറ്റ്, ചാൽക്കോപൈറൈറ്റ്, ഗലേനം എക്സെട്രാ. ആൻഡ് പോർഫൈഡ് കോപ്പർ ആൻഡ് അസോസിയേറ്റഡ് ഡെപ്പോസിറ്റ്, സിങ്ക് ലെഡ് ഡെപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആൻഡ് കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് ഈ വോൾക്കാനിക് വെന്റും ഈ ഡയഫ്രമും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ volcanic vent is just a opening for volcanic materialsന്റെ പുറത്തോട്ട് വരാനുള്ള ഓപ്പണിംഗ് ആണ് volcanic vent എന്ന് പറഞ്ഞാൽ. ഡയഫ്രം ഫോം ചെയ്യുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൗണ്ട് വാട്ടറും മാഗ്മയും തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണമാണ് അത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ പവർഫുൾ ജിയോളജിക്കൽ സ്ട്രക്ചർ ആണ്. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ചെറിയൊരു ടോപ്പിക്കാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് മെയിൻലി ഈ കിംബർലൈറ്റ് ടൈപ്പ് അതുപോലത്തെ ഡെപ്പോസിറ്റ്സ് ആണ് കൂടുതലായിട്ട് സർ കിംബർലൈറ്റ് കാണും. കിംബർലൈറ്റ് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് അസോസിയേറ്റഡ് സൾഫർ, സ്പൈറൈറ്റ്, ചാൽക്കോപൈറൈറ്റ് അതൊക്കെ കാണാം. ഇന്ത്യയിലുണ്ട്. ഈ കണ്ടീഷൻസ് ഒക്കെ വരുന്ന സ്ഥലത്ത് ഹൈഡ്രോതെർമൽ എന്താ പറയുക ആൾട്രേഷൻ ഗ്രൗണ്ട് വാട്ടർ മാഗ്നറ്റിക് interaction വരുന്ന സ്ഥലത്ത് always increase. Thank you.